Don't push back. Don't push back. Don't push. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കാണ്. ചാലക്കുടി അതിരപ്പള്ളി റോഡിലാണ് ഈ വാട്ടർ തീം പാർക്ക് ഉള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ടിക്കറ്റിൻ്റെ റേറ്റ് മുതിർന്നവർക്ക് 900 റുപ്പീസാണ്, കുട്ടികൾക്ക് 800ഉം. നല്ല തിരക്കുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അതിനകത്തേക്ക് കയറിയത്. പക്ഷേ തിരക്കൊന്നുമില്ല, ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസമാണ്. ഇതിനകത്തേക്ക് കിടന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ചേഞ്ചിങ് റൂമും അതുപോലെ ലോക്കർ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. ലോക്കറിന് ചെറുതിന് 20, വലുത് 50 ആണ്. കൂടാതെ ഒരു 100 റുപ്പീസ് അവർ വാങ്ങിച്ചു വയ്ക്കും, അത് റീഫണ്ട് ചെയ്യും. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ 100 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ അവിടെ ഡ്രസ്സ് വാങ്ങാനും കിട്ടും. ഫസ്റ്റ് കയറിയത് ഈ ട്രെയിനിലാണ്. ഇതിലിരുന്നാൽ ഡ്രീം വേൾഡ് മൊത്തത്തിലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇതിൽ ഒറ്റ റൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് വേറെ എവിടെ ടൂർ പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള വാട്ടർ തീം പാർക്കുകളിലേക്ക് പോകാനായിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡ്രീം വേൾഡിൽ പോകുന്നത് പതിവാണ്. ആദ്യമായിട്ട് ഡ്രീം വേൾഡിൽ വന്നപ്പോൾ ഇതെല്ലാം എനിക്ക് വളരെ കൗതുകകരമായ കാഴ്ചകളായിരുന്നു. പിന്നെ കൂടെ വരാൻ തുടങ്ങിയപ്പോൾ അത്ര പുതുമകളൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്നവരൊക്കെ നമ്മുടെ കൂടെ ട്രെയിനിലുണ്ട്. അപ്പോൾ പൂളുകളൊക്കെ കാലിയായി കിടക്കുകയാണ്. അടുത്തത് 3D ഫിലിമാണ്. ഇത് 5 മിനിറ്റുള്ള ഷോ ആണ്. ഇത് ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ ആവും. ചെറിയ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. സംഭവം സൂപ്പറാണ്. വെള്ളം നനഞ്ഞുകൊണ്ട് കയറാൻ പറ്റാത്ത റൈഡുകളിലൊക്കെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്തിട്ടാണ് വെള്ളത്തിലേക്ക് പോയിട്ടുള്ളത്. ഇതിൽ ഞാൻ മുൻപ് ഒരൊറ്റ തവണ മാത്രമേ കയറിയിട്ടുള്ളൂ. എനിക്കതിൽ നല്ല പേടിയാണ് കേട്ടോ കയറാനായിട്ട്. അപ്പോൾ ഇത്തവണ ഞാൻ മാറി നിന്ന് വീഡിയോ എടുത്തു. മറ്റെന്തിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ചെടികളാണ് എന്നെ ആകർഷിച്ചിരുന്നത്. ഇത്തവണ ചെടികളൊക്കെ നല്ല കുറഞ്ഞതായിട്ടാണ് തോന്നിയത്. നന്നായി വെയിൽ കൊള്ളേണ്ടി വന്നു. കത്തി നിൽക്കുന്ന സൂര്യന് താഴെ വേർത്ത് ക്ഷീണിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. പാർക്കിനകത്തുള്ള സ്റ്റാളുകളിൽ നിന്ന് സ്നാക്സും കോഫിയും ജ്യൂസും ഒക്കെ കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കാം. പുറത്തുനിന്നുള്ള ഫുഡ് ഇതിനകത്തേക്ക് കയറ്റില്ല. ഹൊറർന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ജംഗിൾ വേൾഡാണ്. ഇവിടുത്തെ കാടിൻ്റെ സെറ്റപ്പൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്.
Don't push back. 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 നെക്സ്റ്റ് സ്നോ വേൾഡ് ആണ്. അങ്ങോട്ട് കയറണമെങ്കിൽ റബ്ബർ ബൂട്ട്സ് ഒക്കെ ഇടണം. നല്ല വെയിലത്ത് നിന്ന് അങ്ങോട്ട് വന്നാൽ തണുപ്പത്ത് കുറേ നേരം നിൽക്കാൻ തോന്നും, പക്ഷേ നമുക്ക് അത്രയധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. Conscience under pressure. Conscience under pressure. Huh? Conscience under pressure. You can shake it anyway. പാർക്കിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബാക്കിയുള്ള വാട്ടർ റൈഡുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡ്രീം വേൾഡിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വേവ് പൂളാണെന്നാണ്. അവിടെ 3 മണിക്ക് ശേഷമേ ഉള്ളൂ ഓരോ മണിക്കൂറിലും സൈറൻ വരുമ്പോൾ എല്ലാവരും ഇതിലേക്ക് വന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു റെയിൻ ഡാൻസും കൂടിയുണ്ട്, അതും സൂപ്പറാണ്. അപ്പോൾ വാട്ടർ റൈഡിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ലോക്കർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്.